പള്ളിയിൽ രൂപങ്ങൾ പ്രതിഷ്ഠിക്കുന്നു, എന്നിട്ട് അവയെ ആരാധിക്കുന്നു. പള്ളിയിലെ രൂപങ്ങൾ എന്താ? വിഗ്രഹങ്ങളല്ലേ? പെന്തക്കോസ്തൻ ആശയങ്ങളുടെ അല്പത്വം വിശ്വാസികളെ യഥാർത്ഥ വിശ്വാസങ്ങളിൽ നിന്ന് വഴിതെറ്റിക്കാൻ കാരണമാകുന്നു. തിരുസഭയുടെ പഠനങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലേ അത് കത്തോലിക്കരായാലും അബദ്ധ പ്രബോധനങ്ങൾക്ക് പുറകെ പോകുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പള്ളിയിൽ രൂപങ്ങൾ പ്രതിഷ്ഠിക്കുന്നു, എന്നിട്ട് അവയെ ആരാധിക്കുന്നു. അപ്പോൾ കത്തോലിക്കർ ചെയ്യുന്നത് വിഗ്രഹാരാധനയല്ലേ? പെന്തക്കോസ്തൻ സഭകളുടെ സ്വാധീനത്തിൽപ്പെടുന്ന സാധാരണ വിശ്വാസികൾക്ക് സംശയം തോന്നാവുന്ന ഒരു ചോദ്യമാണിത്. പലരും ചോദിക്കുന്നത് കേൾക്കാനിടയായ ഒരു സംശയം. അനേകരെ വഴിതെറ്റിക്കുന്നതിനും കത്തോലിക്ക സഭയിൽ നിന്ന് മാറുന്നതിനും ഇതുപോലെയുള്ള ആശയക്കുഴപ്പമുള്ള സംശയങ്ങളുടെ പടച്ചുവിടലുകൾ കാരണമായിട്ടുണ്ട്. ഫെയ്ത്ത് ടിപ്സിന്റെ ഈ എപ്പിസോഡിൽ ഗൗരവപരമായ ഈ തെറ്റിദ്ധാരണയുടെ കൃത്യമായ വിവരങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതിനാൽ ഈ വീഡിയോ നിങ്ങൾ ഇടവകയിലും പ്രയർ ഗ്രൂപ്പുകളിലുമൊക്കെ ഷെയർ ചെയ്യാനും ഒപ്പം മുഴുവൻ ആശയങ്ങളും മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. കുട്ടിക്കാലത്ത് പള്ളിയിൽ വേദപഠനത്തിന് വരുന്നതിന് മുമ്പ് നമുക്ക് ഈശോയെക്കുറിച്ച് അറിവ് കിട്ടിയത് എവിടെ നിന്നാണെന്ന് ഓർക്കുന്നുണ്ടോ? അത് ഈശോയുടെ രൂപത്തെ അമ്മ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു തന്നപ്പോൾ മുതലാണ് ഈ ഈശോ എന്ന ആളെയും അത് ദൈവമാണെന്ന് നമുക്ക് മനസ്സിലായത്. പിന്നീട് മാതാവിനെക്കുറിച്ചും യൗസേപ്പിതാവിനെക്കുറിച്ചും ഒക്കെ വേദപാഠം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതുപോലെ സഭയുടെ ആരംഭകാലം മുതൽ ബൈബിൾ എഴുത്തുകൾ എല്ലാവർക്കും ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ചെറിയ വരകളുടെയും ചിത്രങ്ങളുടെയും ഒക്കെ സഹായത്താലാണ് ഈശോയെയും വിശ്വാസത്തെയും ഒക്കെ അടുത്ത തലമുറകൾക്ക് അവർ പകർന്നു കൊടുത്തിരുന്നത്. പിന്നീട് സഭ വളർന്നു, ആളുകൾ കൂടി, അപ്പോൾ വലിയ ദേവാലയങ്ങൾ വന്നു. നമ്മുടെ ഈ പഴയ ദേവാലയങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളവരാണെങ്കിൽ ആ പള്ളികളുടെ ഒക്കെ നടുക്ക് അല്പം ഉയരത്തിലുള്ള ഒരാൾക്ക് നിൽക്കാൻ പാകത്തിനുള്ള അലങ്കരിച്ചൊരു പ്രത്യേക സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒപ്പം ഈ ദേവാലയങ്ങളിലെ ചുവരിലും അൾത്താരയിലും ഉത്തരത്തിലുമെല്ലാം ഇപ്പോഴത്തെ പള്ളികളിലുള്ളതിനേക്കാൾ അധികമായി ധാരാളം ചിത്രങ്ങളും കൊത്തുപണികളും പ്രതിമകളുമൊക്കെ വളരെ പ്രാധാന്യത്തോടെ ചെയ്തു വെച്ചിരിക്കുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മൈക്കൊന്നുമില്ലാത്ത കാലമായതിനാലും ഇന്നത്തെ പോലെ പ്രൊജക്ടറോ പ്രിന്റ് സംവിധാനങ്ങളോ ആളുകളെ ഒരുമിച്ച് കൂട്ടുവാനുള്ള മറ്റ് സ്ഥല സാഹചര്യങ്ങളോ ഇല്ലാത്ത ആ കാലത്തിൽ കുർബാനയുടെ മധ്യത്തിലോ അല്ലാതെയോ വൈദികർ ഈ പള്ളിക്ക് നടുക്കുള്ള അലങ്കരിച്ച വചനവേദിയിൽ കയറി നിന്ന് ചുവരിലും ഉത്തരത്തിലും അൾത്താരിലുമൊക്കെയുള്ള ചിത്രങ്ങളും പ്രതിമകളും ഒക്കെ ചൂണ്ടിക്കാണിച്ച് അവ ഉപയോഗിച്ചാണ് വചനവ്യാഖ്യാനം നടത്തിയത്, ബൈബിൾ പഠിപ്പിച്ചു കൊടുത്തത്, സഭയുടെ ചരിത്രം വിശദീകരിച്ചത്, ഇവയെ എങ്ങനെ വിശുദ്ധിയിലേക്ക് നയിക്കാമെന്ന് ആ വിശുദ്ധിയിലേക്ക് ചൂണ്ടിക്കാണിച്ച് പഠിപ്പിച്ചത്. ഇങ്ങനെയാണ് പള്ളിക്കകത്തെ രൂപങ്ങൾ സ്ഥാപിക്കപ്പെട്ടത്. അത് ഇന്നും തുടരുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1999 ആർട്ടിസ്റ്റുകൾക്കുള്ള കത്ത് എന്ന എഴുത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: ദേവാലയത്തിലെ നിർമ്മിതികളും രൂപങ്ങളും ചിത്രകലകളുമെല്ലാം ഒരു വിശ്വാസിയെ ഒരുപാട് സ്വാധീനിക്കുകയും വിശ്വാസത്തിൽ അവരെ വളർത്തുവാൻ സഹായിക്കുന്നതുമാണ്. കൂടാതെ ദൈവിക സൗന്ദര്യം ആസ്വദിക്കുവാനും ഒരാളുടെ ആത്മീയ ജീവിതത്തെ ആഴപ്പെടുത്തുവാനും ഈ ദേവാലയ രൂപനിർമ്മിതികൾക്ക് സാധിക്കും. കാരണം ഇത് നിങ്ങൾക്ക് ദൈവം നൽകിയ ദാനമാണെന്ന്. പള്ളിയിലെ രൂപങ്ങളും ചിത്രങ്ങളും ഒക്കെ കാണിച്ചുള്ള മതപഠന രീതികളുടെ കാലഘട്ടങ്ങൾ മുന്നോട്ട് നീങ്ങി. ഇതിനിടയിൽ മറ്റ് ചില കാര്യങ്ങൾക്കായി ചില മുറുമുറുപ്പുകൾ സഭയിൽ കണ്ടു തുടങ്ങി. എന്നാൽ സഭയുമായി തികച്ചും വ്യക്തിപരമായ പല താല്പര്യങ്ങളും സാധിച്ചു കിട്ടാത്തതിൻ്റെ പേരിൽ സഭയിൽ നകന്ന ആ നേതാക്കന്മാരുടെ കീഴിൽ ഓടിക്കൂടിയ അണികൾ ചേർന്ന് പ്രൊട്ടസ്റ്റന്റ് സഭകൾ രൂപം കൊണ്ടു. പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഉണ്ടായിട്ട് 500 വർഷങ്ങളെ ആകുന്നുള്ളൂ. പിന്നീട് വ്യക്തികൾ ആരംഭിച്ച പെന്തക്കോസ്ത് സഭകൾ പോലെയുള്ള അനേകം സമൂഹങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ 16-ാം നൂറ്റാണ്ട് വരെ ഒരേയൊരു കത്തോലിക്ക സഭ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യം നാം ഓർക്കണം. പഠനങ്ങളുടെയോ ചരിത്രത്തിൻ്റെയോ പിൻബലമില്ലാത്തവർ കത്തോലിക്ക സഭയിൽ നിന്നെടുത്ത ബൈബിളിനെ കീറിമുറിച്ച് ഇഷ്ടമുള്ള വചനങ്ങൾ നൂലിൽ കോർത്ത് അവർക്കിഷ്ടമുള്ള രീതിയിൽ ആശയങ്ങൾ ഇന്ന് പടച്ചുവിടുമ്പോൾ ഇത്തരം സംശയങ്ങളിൽ വിശ്വാസ പഠനത്തിൻ്റെ അടിസ്ഥാനമില്ലാത്ത കത്തോലിക്ക വിശ്വാസികൾ പെട്ടുപോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ലോകത്ത് എവിടെയൊക്കെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്തൊക്കെ സമൂഹങ്ങൾ ഉണ്ടായാലും അവരുടെ എല്ലാം തറവാട് കത്തോലിക്ക സഭ മാത്രമാണെന്ന് അവരും നമ്മളും മറന്നുപോകരുത്. അവരുടെ കരങ്ങളിൽ വഹിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ ഈ തറവാട്ടിൽ നിന്ന് തന്നെയാണ് എടുത്തതെന്നും തിരിച്ചറിയുമ്പോഴാണ് കത്തോലിക്ക സഭയുടെ അനന്യത നമുക്ക് വ്യക്തമാകുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്നിരുന്നാലും യഥാർത്ഥ വിശ്വാസങ്ങളിൽ നിന്ന് വിശ്വാസികളെ അകറ്റുന്ന ഇത്തരം സഭകളുടെ ഇടുങ്ങിയ പൊള്ളവാദങ്ങൾക്ക് മറുപടിയായി 1545 ട്രെൻഡ് കൗൺസിൽ രൂപങ്ങളെ വണങ്ങുന്നതിൻ്റെ അർത്ഥവും ഉദ്ദേശവുമൊക്കെ എന്താണെന്ന് കൃത്യമായി വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് സഭയുടെ പഠനങ്ങളിലൂടെ വഴിയെ നമുക്ക് കാണാം. വിശുദ്ധരുടെയും മാലാഖമാരുടെയും ഒക്കെ ഇത്തരം രൂപങ്ങളും ചിത്രങ്ങളും പ്രതിമകളും ഒക്കെ ദേവാലയത്തിൽ ഉണ്ടാകുമ്പോൾ അതിന് മറ്റൊരു അർത്ഥം കൂടി കൊടുക്കുന്നുണ്ട്. ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന പ്രാർത്ഥിക്കുന്ന വിശ്വാസിക്ക് താൻ സ്വർഗത്തിലാണെന്നുള്ള ഒരു പ്രതീതി, തോന്നൽ.
വിജയസഭയും സഹനസഭയും സമരസഭയും ചേരുന്ന തിരുസഭയുടെ ഒരു കൂട്ടായ്മയെ നമുക്ക് ഇവിടെ മനസ്സിലാക്കിയെടുക്കാം. വിശുദ്ധ കുർബാനയിൽ നാം പങ്കെടുക്കുമ്പോൾ ആ സമയം സ്വർഗം അവിടെ സന്നിഹിതമാണെന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. മാലാഖമാരും വിശുദ്ധരും സ്വർഗവാസികൾ സകലരും ഈശോയോടൊപ്പം വിശുദ്ധ കുർബാനയിൽ ദേവാലയത്തിൽ സന്നിഹിതമാണ്. അപ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് തനിച്ചല്ല, സ്വർഗവാസികളൊപ്പമാണെന്നുള്ള വലിയൊരു ചിന്ത കൂടി പ്രാർത്ഥിക്കുന്ന ആ ദേവാലയത്തിലെ ഈ ചിത്രകലകളുടെ സാന്നിധ്യം നമുക്ക് തരുന്നുണ്ട്. ചരിത്രം എന്തൊക്കെ പറഞ്ഞാലും ഐഡോളട്രി, അതായത് വിഗ്രഹാരാധന എന്ന കാര്യത്തിന് ഉത്തരമായില്ലോ എന്ന സംശയമുണ്ടാകാം. ഇനി ആധികാരികമായി സഭ ഇതെങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതിനാദ്യം ധൂളിയ, ലാത്രിയ എന്നീ 2 വാക്കുകൾ മനസ്സിലാക്കണം. 2 ഗ്രീക്ക് വാക്കുകളാണിത്. ധൂളിയ എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് അർത്ഥം വെനറേഷൻ എന്നാണ്. എന്ന് വെച്ചാൽ വിശുദ്ധർക്ക് മാത്രം കൊടുക്കുന്ന വണക്കം, ബഹുമാനം എന്നൊക്കെയാണ് അർത്ഥം. ഇനി ലാത്രിയ എന്നാൽ ഇംഗ്ലീഷിൽ അതിന് അഡോറേഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ആരാധന എന്നർത്ഥം. കാര്യം മനസ്സിലായി കാണും. ആരാധന അത് ദൈവത്തിന് മാത്രമുള്ളതാണ്. എന്നാൽ വണക്കം അതെല്ലാ വിശുദ്ധരോടും കാണിക്കാവുന്നതും. ദൈവത്തോട് വണക്കമല്ല, ആരാധനയാണ്. എന്നാൽ വിശുദ്ധരോട് ആരാധനയല്ല, വണക്കം മാത്രമാണ്. ഈ വ്യത്യാസമുള്ളത് കൊണ്ടാണ് പ്രതിമകളെ ബഹുമാനിക്കുന്നത് വിഗ്രഹാരാധന, ഐഡോളട്രി അല്ല എന്ന് സഭ പറയുന്നത്. അപ്പോൾ എന്താണ് വിഗ്രഹാരാധന? അത് ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ദൈവത്തിന് പകരം ദൈവത്തിൻ്റെ സ്ഥാനം വെച്ച് മറ്റൊന്നിന് കൊടുക്കുന്നതാണ്. അത് കത്തോലിക്ക സഭ എന്നും ശക്തമായി എതിർക്കുകയും ചെയ്യുന്നുണ്ട്. രൂപങ്ങൾ വയ്ക്കപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ ആരാധന നടക്കുന്നു എന്ന് കരുതരുത്. പരിശുദ്ധ കത്തോലിക്ക സഭ രൂപങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം 2132 ഖണ്ഡിക നമുക്ക് പറഞ്ഞു തരുന്നത് ഇപ്രകാരമാണ്: സ്വരൂപങ്ങൾക്ക് നൽകുന്ന ക്രൈസ്തവ വണക്കം വിഗ്രഹങ്ങളെ നിരോധിക്കുന്ന പ്രഥമ കൽപ്പനയ്ക്ക് വിരുദ്ധമല്ല. തീർച്ചയായും ഒരു സ്വരൂപത്തിന് നൽകപ്പെടുന്ന വണക്കം അതിൻ്റെ ആദ്യ രൂപത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ഒരു സ്വരൂപത്തെ വണങ്ങുന്നവർ അതിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ വണങ്ങുന്നു. തിരുസ്വരൂപങ്ങൾക്ക് നൽകുന്ന ബഹുമാനം ആദരവാർന്ന വണക്കമാണ്, ദൈവത്തിന് മാത്രം അർഹമായ ആരാധനയല്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒന്നാമതായി ഇവയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ആരാധിക്കുക എന്നല്ല, വണങ്ങുക എന്നാണ്. അതായത് രൂപങ്ങൾ ദേവാലയത്തിലോ ഭവനങ്ങളിലോ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വണങ്ങുന്നതിനായിട്ടാണ്. വണങ്ങുമ്പോൾ ആരെയാണ് വണങ്ങുന്നത്? വണങ്ങുന്നത് ആ രൂപത്തെയല്ല, മറിച്ച് ആ രൂപം ആരെ സൂചിപ്പിക്കുന്നുവോ അവരെയാണ് വണങ്ങുന്നത്. ഉദാഹരണത്തിന് പരിശുദ്ധ മാതാവിൻ്റെ രൂപം നമ്മുടെ വീട്ടിലോ പള്ളിയിലോ ഒക്കെ ഉണ്ടെങ്കിൽ ആ രൂപത്തിനു മുൻപിൽ വണങ്ങുന്ന ഒരു വ്യക്തി യഥാർത്ഥത്തിൽ വണങ്ങുന്നത് അത് പ്രതിനിധാനം ചെയ്യുന്ന പരിശുദ്ധി അമ്മ എന്ന വ്യക്തിയാണ്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, വണങ്ങുകയാണ് ചെയ്യുന്നത്, ആരാധിക്കുകയല്ല. വണങ്ങുക എന്നാൽ ബഹുമാനം കാണിക്കുക എന്നാണ്. എന്നാൽ ആരാധന സർവശക്തനായ ദൈവത്തിന് മാത്രമുള്ളതാണ്. ഇത് തമ്മിൽ മാറിപ്പോകരുത്. എല്ലാ വിശുദ്ധരുടെയും തിരുസ്വരൂപങ്ങൾ ദേവാലയത്തിലും മറ്റും പ്രതിഷ്ഠിക്കുമ്പോൾ അവ ചില സന്ദേശങ്ങൾ കൈമാറാൻ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. വിശുദ്ധർ ഈശോയെ ആരാധിച്ചവരാണവർ. നമ്മെപ്പോലെ ഈ ഭൂമിയിൽ വിശുദ്ധിയോടെ ജീവിച്ചവരാണവർ. ഈശോയുടെ രക്ഷാകര കർത്തവ്യത്തിൽ സഹകരിച്ചവരാണവർ. നമുക്കും അവരെ പോലെ സ്വർഗത്തെ ലക്ഷ്യമാക്കി വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള പ്രചോദനം, സന്ദേശം, ദൈവത്തെ ആരാധിക്കാനുള്ള മാതൃക ഇവയൊക്കെ അവരുടെ ഈ രൂപങ്ങൾ കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമ്മുടെ വീട്ടുകാരും സുഹൃത്തുക്കളുമൊക്കെ പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മുടെ പ്രാർത്ഥിക്കണേ എന്ന് പ്രാർത്ഥന ചോദിക്കാറില്ലേ? നാം ആരോടാണ് അപ്പോൾ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോട്. നമ്മേക്കാൾ യോഗ്യതയുണ്ടല്ലോ വിശുദ്ധരുടെ പ്രാർത്ഥന ചോദിക്കുമ്പോൾ. പലപ്പോഴും പല അനുഭവങ്ങൾ സ്വന്തമാക്കിയപ്പോൾ വിശുദ്ധരോട് മധ്യസ്ഥം ചോദിക്കുന്നത് നമ്മുടെ ഇടയിൽ പതിവായി. എന്തുകൊണ്ടാണിത്? നമുക്ക് മുന്നേ മരിച്ച് പേര് വിളിക്കപ്പെട്ട വിശുദ്ധരായ അവരോട് നമ്മുടെ പ്രത്യേക ചില നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ചോദിക്കുമ്പോൾ ഒന്നാമതായി ദൈവത്തിൻ്റെ അടുത്താണ് അവരെന്ന ചിന്ത നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അടുത്ത് അവർ നിയോഗം നമുക്ക് വേണ്ടി വെക്കുമ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് സാധിച്ചു കിട്ടും എന്ന തിരിച്ചറിവ്. നമ്മളും ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ നിയോഗങ്ങൾ വെച്ചാൽ അതും എളുപ്പത്തിൽ സ്വർഗം കേൾക്കും. കാരണം വിശുദ്ധരാവുക എന്നതാണ് ഓരോ വിശുദ്ധരുടെയും തിരുസ്വരൂപം നമുക്ക് നൽകുന്ന പ്രചോദനവും വെല്ലുവിളിയും. നമ്മുടെ ദേവാലയങ്ങളെല്ലാം ഏതെങ്കിലും വിശുദ്ധാത്മാക്കളുടെ പേരിലാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത്. അത് ആ വിശുദ്ധന്റെ മാതൃകകൾ പിൻചെല്ലാൻ ആ ഇടവക സമൂഹത്തെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഒപ്പം ആ ഇടവക സമൂഹം രൂപീകരിക്കപ്പെട്ട സമയത്ത് ആ നാടുമായി ബന്ധപ്പെട്ട ചില ചരിത്രപരമോ സാംസ്കാരികമോ ആയ പ്രത്യേകതകൾ അവരുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടൊക്കെ ഒരു പ്രത്യേക മധ്യസ്ഥനെ പ്രാർത്ഥനാപൂർവം അവർ തിരഞ്ഞെടുത്തതുമാവാം. ഉദാഹരണമായി മലബാർ പ്രദേശത്ത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പള്ളികൾ ധാരാളമായി കാണുന്നത് പകർച്ചവ്യാധികളിൽ നിന്ന് സംരക്ഷണമേകാൻ വിശുദ്ധന്റെ മാധ്യസ്ഥ്യം കുടിയേറ്റത്തിന്റെ ആദിമ കാലഘട്ടങ്ങളിൽ സഹായകമായിരുന്നു എന്ന കാരണവന്മാരുടെ ബോധ്യങ്ങളിൽ നിന്നാണ്. അന്ന് ആ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി ദൈവത്തിന്റെ പരിപാലനം തിരിച്ചറിയുവാനായിട്ട് അവർക്ക് കാരണമായിട്ടുണ്ട്. എന്നിരുന്നാലും എല്ലാ വിശുദ്ധരും ആ ഇടവക സമൂഹത്തിനു വേണ്ടിയുള്ള പ്രത്യേക മധ്യസ്ഥ ശക്തിയായി ദൈവത്തിന് മുമ്പിൽ നിലകൊള്ളുന്നു. ദൈവജനത്തെ ദൈവത്തിലേക്ക് നയിക്കാനായിട്ട് സഹായിക്കുന്നു. ഓർക്കുക,
വിശുദ്ധരാരും ദൈവങ്ങളല്ല. ഒരു രൂപത്തിനും പ്രത്യേക ശക്തിയുമില്ല. രൂപത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചാൽ അത് വിഗ്രഹാരാധനയായിട്ട് മാറും. ചില രൂപങ്ങളിൽ നിന്ന് ചില അത്ഭുതങ്ങൾ നടക്കുന്നു എന്നൊക്കെ കേൾക്കാറില്ലേ? അതൊക്കെ ചില പ്രത്യേക അടയാളങ്ങളാണ്. ആ അടയാളങ്ങൾ ആ നാടിനോ ചിലപ്പോൾ ചില വ്യക്തികൾക്കോ വേണ്ടിയുള്ളതാവാം. വിശുദ്ധർ നമ്മെപ്പോലെ മധ്യസ്ഥർ മാത്രമാണ്. ശക്തിയും കൃപയും അനുഗ്രഹവും ഒക്കെ കടന്നു വരുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമാണ്. പ്രത്യേക നിയോഗങ്ങൾ വയ്ക്കാൻ ദൈവത്തിൻ്റെ അടുത്തുള്ളവർ എന്ന നിലയിൽ നാം വിശുദ്ധരോട് കൂടുതൽ സഹായം ചോദിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മുടെ അപ്പൻ്റെ അടുത്ത് നിന്ന് ചില കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ അമ്മ വഴി ചോദിക്കുന്നത് പോലെ. നമ്മൾ ചോദിച്ചാലും കിട്ടും, എന്നാലും കൂടുതൽ എളുപ്പം അമ്മയോട് പറഞ്ഞാൽ അമ്മ അത് വേണ്ട രീതിയിൽ പറഞ്ഞ് മേടിച്ചു തരും എന്നൊരു ഉറപ്പ് നമുക്കുണ്ടല്ലോ. ഒരിക്കൽ കൂടി മനസ്സിൽ വയ്ക്കുക, രൂപങ്ങൾക്ക് മുമ്പിൽ നാം ഭക്തി, ആദരവ് ഇവ കാണിക്കുന്നത് ആ രൂപത്തിന് എന്തെങ്കിലും ശക്തിയോ കഴിവോ ദൈവത്വമോ ഉള്ളതുകൊണ്ടല്ല. വിശുദ്ധരാരും ദൈവങ്ങളുമല്ല. അത് ഒരു കമ്മ്യൂണിക്കേറ്റീവ് മാധ്യമം മാത്രമാണ്. വിശുദ്ധമായവയെ ധ്യാനിക്കുവാനായിട്ടുള്ള അടയാളങ്ങളായിട്ട് മാത്രമാണ് അവയെ കാണേണ്ടത്. രൂപങ്ങൾ ആ വ്യക്തിയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ആ രൂപവും വ്യക്തിയും ഈശോയിലേക്ക് നോക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, അവരെ പോലെ വിശുദ്ധരാകാൻ നമുക്ക് വഴി കാട്ടുന്നു. അതിനാൽ സഭയിൽ രൂപങ്ങളൊന്നും ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളവയല്ല. അത് ആ വ്യക്തികളെ പ്രതിനിധാനം ചെയ്യുന്നു എന്നേ ഉള്ളൂ. ആരാധന ദൈവത്തിന് മാത്രം. അതിനാൽ കത്തോലിക്ക സഭയിൽ വിഗ്രഹാരാധന എന്നൊന്നില്ല. ഉത്തരം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഫെയ്ത്ത് ടിപ്സുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ വീഡിയോകൾ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുകയും ഫെയ്ത്ത് ടിപ്സ് മിനിസ്ട്രിയിൽ പങ്കാളികളാവുകയും ചെയ്യുക. ദൈവം നാം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.